ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് സിവിൽ സർവീസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നമുക്ക് 5 രാജവംശങ്ങളാണ് ഉള്ളത്. ഏകദേശം 14 രാജാക്കന്മാരെക്കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. എല്ലാ രാജാക്കന്മാരെക്കുറിച്ചും വിശദമായിട്ട് അറിയേണ്ട കാര്യമില്ല. എന്തായാലും 1206 ഖുത്ബുദ്ദീൻ ഐബക്ക് ഡൽഹി സുൽത്താനേറ്റ് ആരംഭിക്കുന്നത്. മാമുലൂക്ക് സുൽത്താനേറ്റ് എന്നറിയപ്പെടുന്ന രാജവംശമായിരുന്നു അത്. ഖുത്ബുദ്ദീൻ ഐബക്കിന് ശേഷം ഇൽതുത്മിഷിന് ശേഷം റസിയ സുൽത്താന, അതിനുശേഷം ബാൽബൻ എന്നിവരെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. 1290 ജലാലുദ്ദീൻ ഖൽജിയുടെ നേതൃത്വത്തിൽ അട്ടിമറി ഉണ്ടാവുകയും ഖൽജി ഡൈനാസ്റ്റി എന്നറിയപ്പെടുന്ന സെൽജൂക്ക് വംശത്തിൽപ്പെട്ടവരുടെ ഭരണം ആരംഭിക്കുകയും ചെയ്തു. ജലാലുദ്ദീൻ ഖൽജി, അദ്ദേഹത്തിൻ്റെ മരുമകനായ അലാവുദ്ദീൻ ഖിൽജി എന്നിവരെക്കുറിച്ച് നമ്മൾ ഈ രാജവംശത്തിൽ പഠിക്കണം. അലാവുദ്ദീൻ ഖിൽജിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. 1320 ഖിൽജി രാജവംശം അവസാനിക്കുകയും പകരം തുഗ്ലക് രാജവംശം ഉദയം ചെയ്യുകയും ചെയ്തു. ഗിയാസുദ്ദീൻ തുഗ്ലക്കാണ് അതിൻ്റെ സ്ഥാപകൻ. ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ കുറിച്ച് അങ്ങനെ കാര്യമായിട്ട് നമുക്ക് പഠിക്കാനില്ല. എന്നാൽ അതിനുശേഷം വന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്കിനെ കുറിച്ച് കാര്യമായിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം വന്ന ഫിറോസ് ഷാ തുഗ്ലക്കിനെ കുറിച്ചും അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. കാരണം ഒരു ഓർത്തഡോക്സ് ആയിട്ടുള്ള ഇൻടോളറൻ്റ് ആയിട്ടുള്ള പോളിസികൾ അദ്ദേഹം സ്വീകരിച്ചതിൻ്റെ ഒരു ചരിത്രം നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഏകദേശം 1390 വരെ കാര്യമായി ഇത് നിലനിന്ന് പോന്നു. 1398 തിമൂർ എന്ന് പറയുന്ന മുഗൾ സുൽത്താൻ്റെ ഒരു അധിനിവേശത്തോടു കൂടി ഈ ഡൽഹി സുൽത്താനേറ്റ് ഏതാണ്ട് അസ്തമിച്ചതായിട്ട് നമുക്ക് കാണാം. പിന്നീട് ഏകദേശം 16 വർഷത്തോളം ഒരു ഗവർണർ ഭരണം ഈ തിമൂർ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നുണ്ട്. അങ്ങനെ ഒരു 16 വർഷത്തെ മുഗൾ ഭരണത്തിന് അല്ലെങ്കിൽ മംഗോളിയൻ ഭരണത്തിന് ശേഷം 1414 കിസിർ ഖാൻ എന്ന് അറിയപ്പെട്ടിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഗവർണർ സയ്യിദ് സുൽത്താനേറ്റ് എന്ന് പറയുന്ന ഒരു രാജവംശം ആരംഭിക്കുന്നു. ഈ സയ്യിദ് സുൽത്താനേറ്റിൽ ആദ്യത്തെ രാജാവ് കിസിർ ഖാൻ തന്നെയാണ്. അതോടൊപ്പം മുബാറക് ഷാ, മുഹമ്മദ് ഷാ എന്നീ സുൽത്താൻമാരെ കുറിച്ചും കൂടെ നമ്മൾ പഠിക്കുന്ന ഒന്നായിരിക്കും. 1451 അവസാനത്തെ സുൽത്താനായിരുന്ന അലാവുദ്ദീൻ ആലം ഷാ ഒരു വളരെ ഭീരുവായ ഒരു സുൽത്താൻ ആയതുകൊണ്ട് തന്നെ അന്നത്തെ അഫ്ഗാനിസ്ഥാൻ പഷ്തൂൺ മേഖലയിലെ ട്രൈബൽ ലീഡേഴ്സിന് തൻ്റെ അധികാരം കൈമാറി അദ്ദേഹം സിംഹാസന ത്യാഗം ചെയ്ത് ഓടി ഒളിക്കുകയാണ് ചെയ്തത്. ബഹ്ലൂൽ ലോധി എന്നറിയപ്പെട്ട അഫ്ഗാനി പഷ്തൂൺ നേതാവ് അധികാരം ഏറ്റെടുത്തു. അങ്ങനെ 1451 ഡൽഹി സുൽത്താനേറ്റിൽ ലോധി രാജവംശം ഭരണം ആരംഭിക്കുകയാണ് ചെയ്തത്. ഈ ബഹ്ലൂൽ ലോധിക്ക് ശേഷം സിക്കന്ദർ ലോധിയും ഇബ്രാഹിം ലോധിയും ഭരണം നടത്തി. 1517 തൊട്ട് 1526 വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിരുന്ന ഈ ഇബ്രാഹിം ലോധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അവസാനത്തെ ഭരണാധികാരി.